അസ്സലാമു അലൈക്കും. ആയിഷാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുഞ്ഞി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ പുഡിങ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ബട്ടർ പുഡിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നൊരു പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നു. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള ഐറ്റംസിനെ കുറിച്ചിട്ട് കിടക്കാം. ഇത് ചൈന ഗ്ലാസ് ആണ്. ഇനി ഇത് വെള്ളത്തിലിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പം നമ്മളെടുത്തിട്ടുള്ള ഒരു 10-12 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം വെള്ളത്തിലെടുത്ത് വെക്കണം. 1 ലിറ്റർ മിൽക്കും പിന്നെ അതിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് നമ്മളിപ്പോൾ എടുത്ത് 2 എണ്ണം ആക്കുന്നതുകൊണ്ട് തന്നെ 2 മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 സ്പൂണ് കസ്റ്റേർഡ് എടുക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റേർഡ് പൗഡറാണ് എടുക്കേണ്ടത്. ഒരു 10 പീസ് ബ്രെഡ് എടുക്കണം. 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്ററിന് 100 ഗ്രാം. 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ 2 ഗ്രാം 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പാലിന് പറ്റിയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ മിൽക്ക് ഒഴിക്കേ. ഓണാക്ക്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് പാൽ ഒഴിക്കാം. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ ബട്ടർ ഇടാം. കസ്റ്റേർഡ് 4 സ്പൂണോ 5 സ്പൂണോ നിങ്ങൾക്ക് പാൽ എത്ര എടുത്താൽ അത്രയും അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുക്കാം. അര ലിറ്റർ പാലിന് 2.5 സ്പൂണാണ്. അപ്പോൾ 1 ലിറ്റർ പാലായതുകൊണ്ട് തന്നെ നമ്മൾ 5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് നമുക്ക് ഇരുന്ന് ഇവിടേക്ക് ഒന്ന് കുറച്ച് ഒഴിക്കാം. കട്ടയാവാണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇത് നമ്മളെ ചെറിയ ചൂട് വന്ന് നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇടാം. ഇപ്പം ഞാനെടുത്ത ഫുള്ളും ബട്ടർ ഇതിടുന്നുണ്ട്. നിങ്ങളൊരു ഇതിന് നല്ലോണം ചൂടായി മെൽട്ടായി മിക്സ് ആവണം. പിന്നെ കുറച്ച് സമയം വെറുതെ വിടാം നമുക്ക്. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചെറിയ ബർത്ത്ഡേ ആണ്. എല്ലാവരും എൻ്റെ ബാപ്പാൻ്റെ ഷോപ്പിലുള്ള എല്ലാവരും വിളിക്കൽ. ഒരു 10 അത്ര ആൾക്കാരെ വിളിക്കുന്നുള്ളൂ. ഇതുവരെയുള്ള ബർത്ത്ഡേക്ക് ബാപ്പ ഉണ്ടായിട്ടില്ല. 9ാമത്തെ ബർത്ത്ഡേക്ക് ബാപ്പ എൻ്റെ ഒപ്പം ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം അപ്പോൾ അതുകൊണ്ടാണ് ബർത്ത്ഡേ അയക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മെൽട്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നാളെ ഉച്ചക്കാണ് പരിപാടി. അതുകൊണ്ട് ഞാൻ രാത്രിയാണ് സാധാരണ നമ്മളെല്ലാം സെറ്റാക്കൽ. ഇന്ന് നമുക്ക് പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. പർച്ചേസിന് പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ പുഡിങ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അത് നല്ലോണം നാളത്തേക്ക് ഓക്കെ ആവല്ലോ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചൈന ഗ്രാസ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് ഒരു ചൈന ഗ്രാസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നോക്കുക. നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് ഒഴിക്കാം. മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി. ഞാൻ ഇവിടെ മിൽക്ക് മേഡാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മേഡ് ഒഴിക്കാം. അപ്പം ഇനി രണ്ടാമത്തത് ഒഴിക്കുക. രണ്ടാമത്തെ പകുതി ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഒഴിക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കാം. ഇതിന് നല്ലോണം മിക്സ് ആക്കുക.
നമ്മൾ മിക്സാക്കി വെച്ച കസ്റ്റേർഡ് കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ കുറേ ടൈം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു തിക്നെസ് വരുന്നവരെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം നമ്മളുടെ സാധനം അവിടെ മിക്സ് ആവുന്നുണ്ട്. കുറച്ചുകൂടി തിക്കായിട്ട് വരണം. ഇതിന് അടിയിൽ പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. ഇതിന് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി ഇതിലേക്ക് ഇടാം. സൈഡ് കട്ട് ചെയ്ത ബ്രെഡാണ് ഇടേണ്ടത്. ഇതിലിനി മധുരമൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി മധുരമൊക്കെ ഇടണം. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇത് ആറാൻ വെക്കാം. തന്നതിന് ശേഷം പിന്നെ 2 ട്രൈ ആക്കി വെച്ച് മറന്നു പോയി വീട് കൊടുക്കാൻ. ഇനി മിക്സിയിലിട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്യാം. ഞങ്ങൾ 2 ട്രൈയിലേക്ക് മുട്ടിന് ഇത് ലാസ്റ്റത്തെ. ഇനി നമുക്ക് പുഡിംഗ് ട്രൈയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ പെരുന്നാൾക്കല്ല, എൻ്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയാണ്. അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം പുറത്ത് നമ്മളിപ്പോൾ ഊബറിലാണുള്ളത്. പുറത്തെ കാഴ്ച കാണിച്ചു തരാം. ഓഗസ്റ്റ് 12 എൻ്റെ ബർത്ത്ഡേ. നാളെയും കൂടിക്കാൻ എൻ്റെ ബർത്ത്ഡേ. നാളെ എങ്ങനെയെങ്കിലും കഴിയണം എന്ന് വിചാരിക്കും. ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിട്ടുള്ളത്. ബാപ്പയും ഉമ്മയും ബാക്ക് സീറ്റിലാണ് കേട്ടോ. അപ്പം ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഹൈവേയിലോട്ടാണ് പോകുന്നത്. കുറേ കാഴ്ചകളൊക്കെ കാണാം. കുറേ ദൂരെ പോണോ? അപ്പോൾ ഇത് കുറേ ഫ്രോസൺ എന്തെങ്കിലും ഉണ്ട്. ഇവിടെയൊക്കെ പണി നടക്കുന്നതാണ്. എന്താ അവിടെ? ഇത് കാറിൻ്റെ പീടിയാന്ന് തോന്നുന്നു. ഇത് മെട്രോ സ്റ്റേഷൻ അല്ല, ഇത് മെട്രോ സ്റ്റേഷൻ അല്ലേ, സോറി. മെട്രോ സ്റ്റേഷൻ തന്നെ അല്ലേ? നോ മെട്രോ സ്റ്റേഷൻ അല്ല. ഇവിടുത്തെ കടയൊക്കെ അടച്ചു. സമയം ഇപ്പം ഇവിടുത്തെ സമയം 10:18 ആയി. ഇവിടെ കണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഒരു ബാഗ് കാണിച്ചിട്ടോ. ഇതെന്തോ ഒരു പേടിയായിട്ടാണ് കേട്ടോ കട. അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെ സിഗ്നൽ വന്നിട്ടുള്ള റെഡ് സിഗ്നൽ. സൈക്കിളും പോവാ, വാഹനക്കാർക്ക് പോവാ, വണ്ടി തന്നെ. ഇവിടെ മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര കാഴ്ച ഉണ്ട് കാണാൻ. പക്ഷെ ഇവിടെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ലൈറ്റൊക്കെ കത്തുന്നത് കണ്ടോ? നല്ല രസമുണ്ട്. അങ്ങ് എന്തോ ബിൽഡിങ് പോലെ ഉണ്ട്. ബിൽഡിങ് അത് അല്ല അല്ലേ? ബിൽഡിങ്ങാ കാണുന്നുണ്ടോ വിചാരിക്കുന്നു. എന്താ ഇത് ബിൽഡിങ് ആറ്റോ. ഇത് ഈ സംഭവം ഇതാണ്. ഇത് ബിൽഡിങ് അല്ല എന്തോ ഇതാറ്റ പാർക്ക് പോലത്തെ സ്ഥലമായിട്ട് കാണുന്നത്. പാർക്കല്ലോ ഇത് കൊടുത്തതല്ല. അപ്പം കണ്ടോ ഇങ്ങനെ ഇവിടെ എത്താനായ സ്ഥലം. കുറച്ചും കൂടെ അഴിവിലാണുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ടോ? ഇതെന്താ ഈ സിഗ്നൽ അറിഞ്ഞാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുന്നേ.
ലൈറ്റൊക്കെ കണ്ടോ? അങ്ങ് ലൈറ്റ് ഉണ്ടോ ഇവിടെയൊക്കെ? ഇവിടെയൊക്കെ ലൈറ്റ്. ഇത് ലൈറ്റ് അല്ല, അതും ഹൈവേ ആണെന്ന് തോന്നുന്നു. അതും ഹൈവേ ആണ്. കുറേ വാഹനങ്ങൾ പോകുന്ന കാണുന്നുണ്ട്. കണ്ടോ വാഹനങ്ങൾ പോകുന്നത്? ഇത് ഹൈവേ അല്ല, ഇത് മറ്റേ ഇത് ഇവിടെയുണ്ട്. പിന്നെന്തിനാ അവിടെ പോകുന്നത്? ഇവിടെയുണ്ട് കുറേ ലൈറ്റൊക്കെ. നമ്മൾ താഴോട്ടേക്ക് ഇവിടെ നല്ലൊരു കാഴ്ച ഉണ്ട് ഗൈസ്. നല്ല രസമുള്ള കാഴ്ചയാണ് ഇതിൻ്റെ ഉള്ളിൽ. വാവ്, നല്ല രസമില്ലേ? ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമായിട്ടുള്ള കാര്യം. നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ കീന് വന്നാണ്. പിന്നെയും വന്ന സ്ഥലം ഗുഹ. അപ്പൊ എന്തെങ്കിലും പറയണ്ട? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മറ്റന്നാളിൽ. ഇത് നമ്മുടെ സ്ഥലം. ഇതാണ് ഗൈസ് നമ്മൾ പോകുന്ന സ്ഥലം. എന്താ പേരെന്തുവാ? അൻസാർ ഗാലറി. അൻസാർ ഗാലറിയാണ്. അൻസാർ ഗാലറി എന്നാണ് ഇത്. അപ്പം അൻസാർ ഗാലറി എന്നാണ് കടുത്ത പേര്. എത്താനായി ഈ അങ്ങ് പോയിട്ട് അങ്ങോട്ടൊരു തിരിക്കണം, എന്നിട്ട് ഇങ്ങനെ അടത്തി നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരം കാണാം. നമ്മൾ കയറുന്നതാണ് അകത്തേക്ക്. ഇതിൽ കയറിപാട് ചിപ്സിൻ്റെ സെക്ഷനിൽ കാണാം. ഇവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ അടിപൊളി എന്തേലും ഷൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഷൂസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള. അവിടെയാണുള്ളത്. അപ്പം ഇവിടെയാണ് കളക്ഷൻസ്. ഇത് ലേഡീസിൻ്റെ മറ്റേ ഇങ്ങനത്തെ ഒരു കളക്ഷൻ. നല്ല ഇവിടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. കണ്ടോ നല്ല ടീഷർട്ട്. ഇങ്ങനെ നടന്ന് പോയിക്കാനായാലും അൻസാർ ഗാലറിയിൽ ഇങ്ങനെ നടന്ന് പോയിക്കാനും കുറേ കാണും. ഇവിടെയൊക്കെ ഷോളാണ് കേട്ടോ ഇത്. ഷോള് പറപ്പ ഇങ്ങനത്തെയൊക്കെ നല്ല ഡ്രസ്സുണ്ട്. പാപ്പ വാങ്ങിച്ചിരുന്നു. ഞാൻ വെച്ചിട്ട്